ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവറിഡേയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഉൽപ്പത്തി പുസ്തകം അതിലെ 32-ാം അധ്യായത്തിലേക്കൊന്ന് ആഴ്ന്നിറങ്ങാൻ പോവുകയാണ്. അതെ, കഴിഞ്ഞ തവണ നമ്മൾ കണ്ടു യാക്കോബ് ലാബാനുമായി ഒരു സന്ധി ചെയ്ത് യാത്ര തുടരുകയാണ്. പക്ഷേ ആ യാത്ര അത്ര എളുപ്പമുള്ള ഒന്നല്ല. കാരണം ഒരു വലിയ ഭൂതകാലം അവനെ കാത്തിരിക്കുന്നുണ്ട്. ശരിയാണ്. ഏസാവ് 20 വർഷം മുൻപ് യാക്കോബ് ചതിയിലൂടെ അനുഗ്രഹം തട്ടിയെടുത്ത ആ സഹോദരൻ. മിസ്പായിലെ ആ ഒരു ശാന്തതയിൽ നിന്ന് ഒരു കണക്ക് തീർക്കലിന്റെ ഒരു ഭയത്തിന്റെ യാത്രയിലേക്കാണ് യാക്കോബ് കടക്കുന്നതല്ലേ? തീർച്ചയായും. ഈ അധ്യായം മുഴുവൻ ആ ഒരു ഭയവും അതിനോടുള്ള യാക്കോബിന്റെ പ്രതികരണവും പിന്നെ ദൈവവുമായുള്ള ഒരു നിർണായക കണ്ടുമുട്ടലുമാണ് നമ്മൾ കാണുന്നത്. യാത്രയുടെ തുടക്കത്തിൽ തന്നെ മഹനയീമിൽ വെച്ച് ഒരു സംഭവം നടക്കുന്നുണ്ട്. ദൈവദൂതന്മാർ വരുന്നു. ഇത് ദൈവത്തിന്റെ സൈന്യം എന്ന് യാക്കോബ് പറയുന്നുണ്ട്. ഒരുപക്ഷെ അതൊരു ധൈര്യം കൊടുക്കലായിരുന്നിരിക്കാം. വരാനിരിക്കുന്ന വലിയൊരു കാര്യത്തെ നേരിടാനുള്ള ഒരു മുന്നറിയിപ്പ് പോലെ. അതെ. എന്നാൽ ആ ഒരു ദൈവിക സാന്നിധ്യത്തിന്റെ ഓർമ്മ പെട്ടെന്ന് മാഞ്ഞു പോകുന്ന പോലെയാണ് പിന്നെ കാണുന്നത്. ഏസാവിനെക്കുറിച്ചുള്ള ചിന്ത വരുമ്പോ ഭയം വല്ലാതെ പിടികൂടുന്നു. അവൻ ആദ്യം ചെയ്യുന്നതെന്താണ്? തന്റെ സഹജമായ ശൈലിയിൽ ദൂതന്മാരെ അയക്കുകയാണ്. വളരെ വിനയത്തോടെയുള്ള വാക്കുകളാണ്. അങ്ങയുടെ ദാസനായ യാക്കോബ്, അങ്ങക്ക് എന്നോട് കൃപ തോന്നണം എന്നൊക്കെ പറഞ്ഞ്. താൻ നേടിയ സമ്പത്തിനെക്കുറിച്ചും ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഏസാവിന്റെ ദേഷ്യമൊക്കെ കാലം കൊണ്ട് മാറിയിട്ടുണ്ടാവുമെന്ന് കരുതി കാണും. അതെ, ഒരു പ്രതീക്ഷ. എന്നാൽ വരുന്ന മറുപടി അത് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. നിന്റെ സഹോദരൻ ഏസാവ് 400 ആളുകളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു. അതോടെ യാക്കോബ് ശരിക്കും ഭയന്ന് വിറയ്ക്കുകയാണ്. ഇത്രയും കാലം തന്റെ തന്ത്രം കൊണ്ട് പലരെയും നേരിട്ട ആളാണ്, ലാബാനെ വരെ. പക്ഷേ ഇവിടെ പഴയ തെറ്റോർത്ത് ആ ഭയം അവനെ വല്ലാതെ പിടികൂടുന്നു. ഭയത്തിൽ നിന്നാണ് അവൻ അടുത്ത പ്ലാൻ ഉണ്ടാക്കുന്നത്. തന്റെ കൂടെയുള്ളവരെ, കുടുംബത്തെ, സമ്പത്തിനെയൊക്കെ രണ്ടായിട്ട് തിരിക്കുന്നു. ഒരു മുൻകരുതൽ. ഒന്ന് ആക്രമിക്കപ്പെട്ടാൽ മറ്റതിന് രക്ഷപ്പെടാമല്ലോ എന്ന്. മനുഷ്യസഹജമായ ഒരു പ്രതികരണം. അതെ, എത്ര സമ്പത്തും ആളും ഉണ്ടായാലും ആ പഴയ പാപത്തിന്റെ ഭാരം അവനെ വിടാതെ പിന്തുടരുന്നു. എന്നാൽ ഈ ഒരു അങ്ങേറ്റത്തെ ഭയത്തിന്റെയും ഒരു നിസ്സഹായതയുടെയും നടുവിൽ യാക്കോബിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം വരികയാണ്. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഒരു പക്ഷേ അവന്റെ ജീവിതത്തിൽ ഇത്ര ആത്മാർത്ഥമായി, ഇത്ര ഹൃദയം തുറന്ന് അവൻ പ്രാർത്ഥിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. അതൊരു സാധാരണ പ്രാർത്ഥനയല്ല, അല്ലേ? അതിൽ എല്ലാം ഉണ്ട്. തീർച്ചയായും. അവന്റെ തന്ത്രങ്ങളെല്ലാം മാറ്റിവെച്ച് അവൻ ദൈവത്തിന്റെ മുന്നിൽ വരികയാണ്. എന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവമേ എന്ന് വിളിച്ചാണ് തുടങ്ങുന്നത്. അങ്ങ് തന്നെയാണല്ലോ എന്നോട് തിരികെ പോകാൻ പറഞ്ഞത് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതെ. പിന്നെ അവന്റെ അവസ്ഥ ഏറ്റുപറയുന്നു. അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും യോഗ്യനല്ല. ഒരു വടി മാത്രമായി ഞാൻ ഈ യോർദാൻ കടന്നു. ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. ആ എളിമയും ദൈവത്തിന്റെ അനുഗ്രഹവും ഒരുപോലെ പറയുന്നു. എന്നിട്ട് അവന്റെ ഏറ്റവും വലിയ ഭയം അത് മറച്ചുവെക്കുന്നില്ല. എന്റെ സഹോദരനായ ഏസാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളേയും കൊല്ലുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അത്രയ്ക്ക് ആഴത്തിലുള്ള ഭയം. പക്ഷേ ആ ഭയത്തിൽ മാത്രം അവൻ നിൽക്കുന്നില്ല. അവൻ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലേക്ക് തിരികെയാണ്. നിന്റെ സന്തതിയെ കടൽക്കരയിലെ മണൽ പോലെ വർദ്ധിപ്പിക്കും എന്ന് നീ അരുളി ചെയ്തുവല്ലോ. ആ വാഗ്ദാനത്തിൽ അവൻ മുറുകെ പിടിക്കുന്നു. ഇത് വെറും വാക്കുകളല്ല. ഭയമുണ്ടെങ്കിലും ദൈവവചനത്തിൽ ആശ്രയിക്കാനുള്ള ഒരു വലിയ ശ്രമം അവിടെ കാണാം. പ്രാർത്ഥന കഴിഞ്ഞിട്ടും യാക്കോബ് വെറുതെ ഇരിക്കുന്നില്ല. അവൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെ, പ്രാർത്ഥനയോടൊപ്പം പ്രവൃത്തിയും. ഒരു വലിയ ശ്രമം. ഒരുപാട് സമ്മാനങ്ങൾ ഒരുക്കുന്നു. വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. 200 കോലാട്, 20 മുട്ടാട്, 200 ചെമ്മരിയാട്, അങ്ങനെ നീളുന്നോ? ഇതൊന്നും ചെറിയ കാര്യമല്ല. വലിയൊരു സമ്പത്ത് തന്നെയാണ് അവൻ അനുരഞ്ജനത്തിനായിട്ട് മാറ്റിവെക്കുന്നത്. വെറുമൊരു സമ്മാനമെന്നതിലുപരി ഒരു നഷ്ടപരിഹാരം പോലെ, താൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ. ശരിയാണ്. എന്നിട്ട് ഈ സമ്മാനങ്ങളെ പല കൂട്ടങ്ങളായി തിരിച്ച് ഒന്നിനു പുറകെ ഒന്നായി അയക്കുകയാണ്. ഓരോ ദാസന്റെ അടുത്തും പ്രത്യേകം പറയുന്നുണ്ട്, ഇത് അങ്ങയുടെ ദാസനായ യാക്കോബിന്റെ സമ്മാനമാണ്, അവൻ പിന്നാലെ വരുന്നുണ്ട് എന്ന് ഏസാവിനോട് പറയണം. ആവർത്തിച്ചുള്ള ഈ സമ്മാനങ്ങൾ ഏസാവിന്റെ കോപം കുറയ്ക്കുമെന്നവൻ ചിന്തിക്കുന്നു. പ്രാർത്ഥിച്ചു,
ഇനി തന്നാൽ കഴിയുന്നത് ചെയ്യുക എന്ന നിലപാട്. ദൈവത്തിലുള്ള ആശ്രയവും മനുഷ്യന്റെ ഭാഗത്തുനിന്നുമുള്ള പ്രായോഗികമായ ഇടപെടലും ഇത് രണ്ടും ഒരുമിച്ചു പോകുന്നു. എന്ന നദിക്കക്കരെ അയച്ച ശേഷം യാക്കോബ് തനിച്ചാവുകയാണ്. ആ ഇരുട്ടിൽ, ആ ഏകാന്തതയിൽ അപ്രതീക്ഷിതമായി ഒരാൾ വരുന്നു. എന്നിട്ട് യാക്കോബുമായി ഒരു മൽപ്പിടുത്തം തുടങ്ങുന്നു. അതൊരു വല്ലാത്ത രംഗമാണ്. പുലരുവോളം ആ പോരാട്ടം നീണ്ടു നിൽക്കുന്നു. ഇതൊരു സാധാരണ ഗുസ്തിയല്ല, ഇതൊരു ആത്മീയ പോരാട്ടമാണ്. യാക്കോബ് ഒരുപക്ഷേ തന്റെ ഭൂതകാലത്തോട്, തന്റെ ഭയങ്ങളോട്, ഒരുപക്ഷേ ദൈവത്തോട് തന്നെ മല്ലിടുകയാണ്. ആരായിരുന്നു ആ വന്നയാൾ? തിരുവെഴുത്തിൽ വ്യക്തമായി പറയുന്നില്ല. ഇല്ല, ദൂതനാവാം, അല്ലെങ്കിൽ ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ വന്നതാവാം. പലരും ഇതിനെ ഒരു തിയോഫനിയായിട്ടാണ് കാണുന്നത്, ദൈവത്തിന്റെ ഒരു പ്രത്യക്ഷപ്പെടൽ. ആ പോരാട്ടത്തിന്റെ ഒരു ഘട്ടത്തിൽ ആ വ്യക്തി യാക്കോബിന്റെ തുടയലിന് തട്ടുന്നു. അവന് മുടന്ത് സംഭവിക്കുന്നു. ഒരുപക്ഷേ അവന്റെ സ്വാശ്രയത്വത്തിന്റെ, അവന്റെ സ്വന്തം കഴിവിന്റെ പ്രതീകമായ ഒന്നിനാണ് അവിടെ പരിക്കേൽക്കുന്നത്. എന്നിട്ടും യാക്കോബ് പിടിവിടുന്നില്ല. അതാണതിലെ പ്രധാന കാര്യം. അതെ, അവൻ പറയുന്നു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ശാരീരികമായി തളർന്നിട്ടും ആത്മീയമായ ഒന്നിനു വേണ്ടി അവൻ മുറുകെ പിടിക്കുകയാണ്. അപ്പോഴാണ് ചോദ്യം വരുന്നത്, നിന്റെ പേരെന്ത്? അതിന് യാക്കോബ് സത്യസന്ധമായി മറുപടി പറയുന്നു. യാക്കോബ്, അതായത് വഞ്ചകൻ, ചതിയൻ. തന്റെ യഥാർത്ഥ സ്വത്വം, തന്റെ പാപത്തെ അവൻ ആ ദൈവസാന്നിധ്യത്തിൽ ഏറ്റുപറയുകയാണ്. ആ ഏറ്റുപറച്ചിലാണ് വഴിതിരിവാകുന്നത്. അപ്പോൾ ആ വ്യക്തി പറയുന്നു, നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. അതിന്റെ അർത്ഥം ദൈവത്തോട് പോരാടുന്നവൻ, അല്ലെങ്കിൽ ദൈവം പോരാടുന്നു എന്നൊക്കെയാണ്. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ചു ജയിച്ചിരിക്കുന്നു. ഇവിടെ ജയിച്ചു എന്ന് പറയുന്നത് ദൈവത്തെ തോൽപ്പിച്ചു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ദൈവത്തോട് പറ്റിനിന്നതുകൊണ്ട്, അനുഗ്രഹത്തിനായി പോരാടിയതുകൊണ്ട്, ആ അർത്ഥത്തിലാണ്. അതൊരു പുതിയ പേര് മാത്രമല്ല, അതൊരു പുതിയ വ്യക്തിത്വമാണ്, പുതിയൊരു നിയോഗമാണ്. ഭൂതകാലത്താൽ നിർവചിക്കപ്പെടാതെ ദൈവവുമായുള്ള ആ മുഖാമുഖത്തിലൂടെ പുനർനിർവചിക്കപ്പെട്ട ഒരു വ്യക്തിത്വം. ആ വ്യക്തി പോയ ശേഷം യാക്കോബ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിടുന്നു. ദൈവത്തിന്റെ മുഖം എന്നർത്ഥം. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എന്റെ ജീവൻ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് അവൻ തിരിച്ചറിയുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവൻ മുടന്തനായിട്ടാണ് അവിടം വിടുന്നത്. അതെ, ആ മുടന്ത്, അത് ജീവിതകാലം മുഴുവൻ ആ രാത്രിയുടെ ഓർമ്മയാണ്. ദൈവവുമായുള്ള ആ കണ്ടുമുട്ടലിന്റെ, ആ രൂപാന്തരീകരണത്തിന്റെ അടയാളമാണ്. ശരിക്കും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ സംഭവത്തിലുണ്ടല്ലേ? ഈ മൽപ്പിടുത്തം, ആ മുടന്ത്, എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? തീർച്ചയായും ഇതൊരു ആത്മീയ വളർച്ചയുടെ, ഒരു പുനർജന്മത്തിന്റെ ഘടന കാണിച്ചു തരുന്നുണ്ട്. ഒന്ന്, നമ്മൾ നമ്മളോട് തന്നെ സത്യസന്ധരാവുക, നമ്മുടെ ഭയങ്ങളെയും കുറവുകളെയും നേരിടുക, യാക്കോബ് ചെയ്തതുപോലെ. അതെ. രണ്ട്, പരിശുദ്ധനായ ദൈവത്തെ കണ്ടുമുട്ടുക, അവന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ പാപവും ബലഹീനതയും തിരിച്ചറിയുക, യാക്കോബ് തന്റെ പേരേറ്റു പറഞ്ഞതുപോലെ. മൂന്ന്, കീഴടങ്ങുക, സ്വന്തം ശക്തിയിലല്ല ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ ആശ്രയിച്ചു മുന്നോട്ടു പോവുക. അതാണ് ആ അനുഗ്രഹത്തിനു വേണ്ടിയുള്ള പിടിവിടാത്ത പോരാട്ടം. അപ്പോ ആ മുടന്ത് അതൊരു കുറവല്ല, മറിച്ച് ദൈവത്തിലുള്ള ആശ്രയത്തിന്റെ അടയാളമാണ്. ദൈവത്തോട് മല്ലിട്ട് ജയിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്താൽ കീഴടക്കപ്പെട്ടു, പുതുക്കപ്പെട്ടു എന്നാണ് ശരിക്കും അർത്ഥമാക്കുന്നത്. അതെ, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. എന്റെ ബലം കൊണ്ടല്ല, ദൈവകൃപ കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിന് എന്ത് പ്രസക്തിയുണ്ട്? നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏസാവുമാരുണ്ടാവാം. നമ്മൾ നേരിടാൻ ഭയക്കുന്ന പഴയ കാര്യങ്ങൾ, തകർന്ന ബന്ധങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങൾ. യാക്കോബിനെ പോലെ പരിഭ്രാന്തരാകുന്ന നിമിഷങ്ങളുണ്ടാവാം. അത്തരം സമയങ്ങളിൽ യാക്കോബിന്റെ പ്രാർത്ഥന നമുക്കൊരു മാതൃകയാണ്. നമ്മുടെ ഭയം, നമ്മുടെ കുറവുകൾ എല്ലാം ദൈവത്തോട് തുറന്നു പറയുക. അതേസമയം അവന്റെ വാഗ്ദാനങ്ങളിൽ മുറുകെ പിടിക്കുക. പിന്നെ യാക്കോബ് ചെയ്തതുപോലെ അനുരഞ്ജനത്തിനും പ്രശ്നപരിഹാരത്തിനും നമ്മളാൽ കഴിയുന്നത് ചെയ്യുക. പിന്നെ നമ്മുടെ ജീവിതത്തിലെ എബ്ബോക്ക് കടവുകൾ, ആ ഇരുണ്ട രാത്രികൾ, സംശയങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഏകാന്തതയുടെയും നിമിഷങ്ങൾ, അവിടെയാണ് പലപ്പോഴും ദൈവം നമ്മെ ഏറ്റവും അടുത്തറിയുന്നത്. പലപ്പോഴും ആ മൽപ്പിടുത്തത്തിന് മുൻകൈയെടുക്കുന്നത് ദൈവം തന്നെയായിരിക്കും, അല്ലേ? അതെ, നമ്മെ തകർക്കാനല്ല, നമ്മുടെ യാക്കോബ് എന്ന പഴയ സ്വഭാവത്തെ മാറ്റി ഇസ്രയേൽ എന്ന പുതിയൊരു പേര്, പുതിയൊരു വ്യക്തിത്വം തരാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട്
ആ പോരാട്ടങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ, അനുഗ്രഹിക്കാതെ ഞാൻ വിടുകയില്ല എന്നൊരു വാശിയോടെ ദൈവത്തെ മുറുകെ പിടിക്കുക. ആ പോരാട്ടത്തിൽ കിട്ടുന്ന മുറിവുകൾ, ആ മുടന്തുകൾ, അവ പരാജയത്തിന്റെ അല്ല, മറിച്ച് ദൈവസ്പർശനത്തിന്റെ, അവന്റെ അടുപ്പത്തിന്റെ അടയാളങ്ങളാണ്. അവ നമ്മെ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കും. എളുപ്പവഴികളിലൂടെയല്ല, ഇത്തരം പോരാട്ടങ്ങളിലൂടെയാണ് പലപ്പോഴും യഥാർത്ഥ ആത്മീയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏതു പോരാട്ടത്തെയും ഏതു ഭയത്തെയും ദൈവത്തിന് അവന്റെ കൃപയുടെ അത്ഭുതകരമായ ഒരു കഥയാക്കി മാറ്റാൻ കഴിയും. അവൻ നിങ്ങളുടെ യാക്കോബ് ഹൃദയങ്ങളെ ഇസ്രായേൽ ആത്മാക്കളാക്കി മാറ്റും. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മുടെ ഭൂതകാലമോ ഭയങ്ങളോ അല്ല നമ്മെ നിർവചിക്കേണ്ടത്. ദൈവവുമായുള്ള ഒരു യഥാർത്ഥ കണ്ടുമുട്ടൽ നമ്മെ മാറ്റും. അതൊരു പോരാട്ടമായിരിക്കാം, പക്ഷെ ആ പോരാട്ടത്തിൽ ദൈവത്തോട് പറ്റി നിന്നാൽ അവൻ നമ്മെ അനുഗ്രഹിക്കും, പുതുക്കും. ഒരുപക്ഷേ ആ കണ്ടുമുട്ടലിന്റെ ഓർമ്മയ്ക്കായി ഒരു മുടന്ത് ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയത്തിന്റെ ഓർമ്മപ്പെടുത്തൽ നമ്മിൽ അവശേഷിച്ചേക്കാം. ഈ ഒരു ചിന്തയോടെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് കിടക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഏറ്റവും ഇരുണ്ട രാത്രികളിലേക്ക് ഇറങ്ങിവരുന്നവനെ, വിദൂര മഹത്വത്തിലല്ല, ഞങ്ങളുടെ ഭയത്തിന്റെ യാഥാർത്ഥ്യത്തിലും ഖേദങ്ങളുടെ വേദനയിലും ഞങ്ങളെ കണ്ടുമുട്ടുന്നവനെ, ഞങ്ങളുടെ എബ്ബോക്കിൽ ഞങ്ങളെ കണ്ടുമുട്ടേണമേ. ഉത്കണ്ഠയുടെ നദികൾ കുതിച്ചൊഴുകുകയും ഞങ്ങളുടെ ഭൂതകാലത്തിന്റെ നിഴലുകൾ സൈന്യങ്ങളെപ്പോലെ ഉയരുകയും ചെയ്യുമ്പോൾ അങ്ങരികിൽ വരേണമേ. കഠിനമായ സംഭാഷണങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുന്നതിനും അങ്ങയുടെ മുഖം തേടുന്നതിനു പകരം തന്ത്രങ്ങൾക്ക് പിന്നിൽ ഒളിക്കുന്നതിനും രാത്രി ദീർഘമാകുമ്പോൾ അങ്ങയുടെ വാഗ്ദാനങ്ങളിലുള്ള പിടിവിടുന്നതിനും ഞങ്ങളോട് ക്ഷമിക്കണമേ. വഞ്ചകനായല്ല, അങ്ങ് പുതിയ പേര് നൽകാൻ തെരഞ്ഞെടുത്തവനായി. അങ്ങയുടെ സ്പർശനം മുറിവേൽപ്പിച്ചേക്കാമെങ്കിലും ഒരിക്കലും തളർത്താനല്ല, വിശുദ്ധീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നതിന് നന്ദി. ഞങ്ങളുടെ ഭയന്നു വിറയ്ക്കുന്ന അവസ്ഥയിലും അങ്ങ് ഞങ്ങളുമായി മൽപ്പിടിക്കുന്നതിന് നന്ദി. ഞങ്ങളെ പരാജയപ്പെടുത്താനല്ല, വിടുവിക്കാനാണ്. ഞങ്ങൾ ദ്രോഹിച്ചവരെ അഭിമുഖീകരിക്കാൻ ഭയപ്പെടുന്നിടത്ത് സമാധാനത്തിന്റെ ദൂതന്മാരെ അയക്കാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. മാറ്റമില്ലാത്ത ശീലങ്ങൾ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ, നിശബ്ദതയിൽ പ്രതിധ്വനിക്കുന്ന സംശയങ്ങൾ എന്നിവയുമായി ഞങ്ങൾ മൽപ്പിടിക്കുമ്പോൾ അങ്ങയുടെ ഉടമ്പടിയിൽ മുറുകെ പിടിക്കാൻ ഞങ്ങളുടെ കരങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമേ, ഞങ്ങളെ പുതുക്കേണമേ. ഭയത്താലും സ്വാശ്രയത്വത്താലും അടയാളപ്പെടുത്തിയ ഞങ്ങളുടെ യാക്കോബ് ഹൃദയങ്ങളെ അങ്ങയോട് പൊരുതി ജീവിച്ച ഇസ്രായേൽ ആത്മാക്കളാക്കി മാറ്റേണമേ. പരിവർത്തനത്തിന്റെ കാലഘട്ടങ്ങളിൽ അജ്ഞാതമായ ഭീഷണികൾ ഉയരുകയും വീട്ടിലേക്കുള്ള വഴി അപകടകരമായി തോന്നുകയും ചെയ്യുമ്പോൾ അങ്ങ് ഞങ്ങളുടെ പെനിയേലായിരിക്കണമേ. ഞങ്ങൾ അങ്ങയെ മുഖാമുഖം കാണുകയും മാറ്റപ്പെട്ടവരായി നടന്നുപോവുകയും ചെയ്യുന്ന സ്ഥലം. അങ്ങ് അനുവദിക്കുന്ന മുറിവുകൾ വിശുദ്ധമാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. അവ ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെയല്ല, അടുപ്പത്തിൻ്റെ തെളിവുകളാണ്. ഞങ്ങളുടെ മുടന്തുകൾ സാക്ഷ്യങ്ങളായി മാറട്ടെ. ഞങ്ങൾ അങ്ങയെ ഇരുട്ടിൽ കണ്ടുമുട്ടുകയും പരിക്കേൽക്കാതെയല്ല, ഇളക്കമില്ലാതെ പുറത്തുവരികയും ചെയ്തു എന്നതിൻ്റെ അടയാളങ്ങൾ. യഥാർത്ഥ ഇസ്രായേലായ യേശു ഗെത്സെമനയിൽ തനിച്ചു പോരാടുകയും ഞങ്ങളുടെ പാപങ്ങൾ തന്റെ ശരീരത്തിൽ വഹിക്കുകയും തന്റെ കീഴടങ്ങളിലൂടെ ഞങ്ങളുടെ അനുഗ്രഹം ഉറപ്പാക്കുകയും ചെയ്തതുപോലെ മുറുകെ പിടിക്കാനുള്ള കൃപയും മുടന്തി മുന്നോട്ടു പോകാനുള്ള പ്രത്യാശയും അങ്ങളുടേതെന്ന പുതിയ പേരിൽ വിളിക്കപ്പെടുന്നതിന്റെ സന്തോഷവും അവനിൽ കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ. അവന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. ഇന്നത്തെ ഈ ദൈവവചന ചിന്തകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓർക്കുക, നമ്മുടെ ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ദൈവവചനം ഒരുമിച്ച് പഠിക്കുവാനും ആത്മീയമായി ഒരുമിച്ച് വളരുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത ആഴ്ച പുതിയൊരു വേദഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയും സമാധാനവും നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ. ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.